ഒരു വീട്ടിന്റെ കോൺക്രീറ്റ് നടക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഓർക്കുന്ന ഒരാളുണ്ട്. അത് ആരെയാണെന്നറിയാമോ? അത് വേറെ ആരുമല്ല, ഇലക്ട്രീഷ്യന്മാരെയാണ്. പക്ഷേ ഈ ഓർമ്മപ്പിശക് കാരണം നിങ്ങളെ വീട്ടിന്റെ പ്ലാൻ തന്നെ മാറ്റി വരയ്ക്കേണ്ട അവസ്ഥ വരാറുണ്ട്. കോൺക്രീറ്റ് സമയത്ത് പൈപ്പ് ഇടാതിരിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് 3Dയിൽ കാണിച്ചിരിക്കുന്ന ലൈറ്റ് പോയിന്റുകൾ മിക്കതും കോൺക്രീറ്റ് ഏരിയകളിലാണ് സാധാരണയായി കാണാറുള്ളത്. ആ ഏരിയകളിലേക്ക് പൈപ്പുകൾ എത്താത്തത് കാരണം ആ ലൈറ്റുകളൊക്കെ നമുക്ക് അവിടെ നിന്നും മാറ്റി ചെയ്യേണ്ടി വരും. അത് 3Dയെ മൊത്തത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം 3Dയിൽ കാണിച്ചിരിക്കുന്ന ലൈറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി കോൺക്രീറ്റ് കട്ട് ചെയ്ത് ലൈറ്റ് വെക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയാറുണ്ട്. പക്ഷേ അത് നമ്മുടെ ബിൽഡിംഗ് സ്ട്രെങ്ത്തിനെ തന്നെ സാധാരണയായി ബാധിക്കാറുമുണ്ട്. പിന്നീട് ക്രാക്ക് പോലെയുള്ള കാര്യങ്ങളും വരാറുണ്ട്. കാരണം 1-2 ദിവസം മുന്നേ ക്ലയന്റ് ഞങ്ങളെ വിളിച്ച് കോൺക്രീറ്റിനെ കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് അവിടെ ആവശ്യമായ ലൈറ്റ് പോയിന്റും മറ്റും മനസ്സിലാക്കി അതിനാവശ്യമായ മെറ്റീരിയലുകളുമായി കോൺക്രീറ്റിന്റെ തലേ ദിവസം വൈകിട്ട് മറ്റൊരു സൈറ്റിലെ വർക്ക് കഴിഞ്ഞതിന് ശേഷം അവിടെ ചെന്ന് പൈപ്പ് ഇടാറാണ് പതിവ്. അതുകൊണ്ട് 3 കൂട്ടർക്കും ഗുണമാണ്. കാരണം പൈപ്പ് നേരത്തെ ഇട്ടത് കൊണ്ട് കോൺക്രീറ്റുകാർക്ക് ബുദ്ധിമുട്ട് വരാറില്ല. പിന്നെ വർക്ക് കഴിഞ്ഞതിന് ശേഷം പോകുന്നത് കൊണ്ട് തന്നെ വലിയ എമൗണ്ട് ക്ലയന്റിനോട് മേടിക്കേണ്ട ആവശ്യം വർക്കേഴ്സിനും ഉണ്ടാവാറില്ല. പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് വർക്കിന് പോയി ആ വർക്ക് കഴിഞ്ഞ് മറ്റൊരു സൈറ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വർക്കേഴ്സിനും കുറക്കാൻ കഴിയാറുണ്ട്. മറ്റൊരു ബുദ്ധിമുട്ട് എന്തെന്നാൽ ഇവിടെ എന്നോട് സംസാരിച്ചിരുന്നത് ബാൽക്കണിയുടെ 2 പോയിന്റുകൾ മാത്രമാണെന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ഗേറ്റിന്റെ മുകളിൽ ഒരു സ്ലാബ് കൂടെ വാർക്കുന്നുണ്ടെന്നുള്ളത്. എന്നാൽ കോൺക്രീറ്റിന് ആവശ്യമായ പ്ലാറ്റ്ഫോമിന്റെ വർക്ക് പോലും ഇവിടെ കംപ്ലീറ്റ് ആയിരുന്നില്ല. ഇബാർ ഇട്ടതിന് ശേഷമാണ് സാധാരണ അവിടെ പൈപ്പുകൾ ഇടാറുള്ളത്. പക്ഷേ ഇവിടെ പ്ലാറ്റ്ഫോമിന്റെ വർക്ക് പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിന്റെ വർക്കുകൾ ആദ്യമേ തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങളുടെ കോൺക്രീറ്റിന്റെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം മാത്രം ഇലക്ട്രീഷ്യനെ വിളിക്കുക. അങ്ങനെ നമ്മൾ ഇന്നത്തെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പി കെട്ടിയിട്ടാണ് സാധാരണ പൈപ്പ് ഇടാറുള്ളത്. പക്ഷേ കമ്പി കെട്ടി കഴിഞ്ഞിട്ടില്ല. ഇന്നാണ് ഇവിടെ പലയടിക്കുന്നത്. ഇന്നാണ് തന്നെ കോൺക്രീറ്റ് ഉള്ളത്. ഇന്നിവിടെ വർക്കുള്ളത് നമ്മൾ അറിയില്ല. ബാൽക്കണിക്ക് 2 ലൈറ്റ് പോയിന്റ് ഇടാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോഴാണ് ഇന്ന് ഇതും കൂടി കോൺക്രീറ്റ് ഉണ്ടെന്ന് മനസ്സിലായത്. പക്ഷേ പലയടിച്ചിട്ടില്ല, കമ്പിയും കെട്ടി ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പലയടിച്ചതിന് ശേഷം പൈപ്പ് അവിടെ ഇട്ടെടുത്തിട്ടുണ്ട്. ബാക്കി കോൺക്രീറ്റുകാർ ചെയ്തോളെന്നാണ് പറഞ്ഞത്. ഇനിയും കാത്തിരിക്കുന്ന അവസ്ഥയില്ല. സമയം ഒരുപാടായിപ്പം തന്നെ. നല്ല വെയിലുമാണ്. ഇവിടെ വർക്ക് ലേറ്റ് ആവാനുള്ള മെയിൻ റീസൺ എന്നാൽ നമ്മൾ കൊണ്ടുവന്ന മെഷീനും കേടായിപ്പോയി. അപ്പോൾ ആ മെഷീനും കൊണ്ടാച്ച് വേറെ മെഷീൻ എടുക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് കൂടെ കൂടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.